നെക്സ്റ്റ് പോയിന്റ് ഈസ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്ടർ ടാങ്കിലെ രണ്ട് വാട്ടർ ടാങ്കുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിലെ വാട്ടർ ടാങ്കുകളുടെ ഹോസിന്റെ വിഡ്ത്തിനെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാം. അതായത് ഈ ടാങ്കിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത്. ഒന്നാമത് അതിലെ ഉള്ള ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ which can be related to electric charge. Second one is flow of water, that is flow of electric current, and third one is the pressure at the end of the hose which can be related to voltage. 3 കാര്യങ്ങൾ കറണ്ട്, ചാർജ്, വോൾട്ടേജ്, അതിനെ മൂന്നിനും റിലേറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് റെസിസ്റ്റൻസിനെയും ഇതിൽ നിന്ന് ഡിനോട്ട് ചെയ്യാൻ കഴിയും. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിലെ ഹോസിന്റെ വിഡ്ത്താണ്. ഹോസിന്റെ വിഡ്ത്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? മോർ എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ഫ്ലോ ത്രൂ ദ ഹോസ്. വിഡ്ത്ത് കുറയുന്നതിനനുസരിച്ച് ലെസ് എമൗണ്ട് ഓഫ് വാട്ടർ വിൽ ഫ്ലോ ത്രൂ ദ ഹോസ് പൈപ്പ്. വിഡ്ത്ത് കുറയുക എന്ന് പറയുന്നത് എന്താണ്? അത്രയും ഫ്ലോനെ തടുത്തു നിർത്തുകയാണ്. ആ തടുത്തു നിർത്തുന്നതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് കൺസിഡർ അഗെയിൻ ദ 2 വാട്ടർ ടാങ്ക്സ്, one with a narrow pipe and one with a wide pipe. The flow rate is less in the narrow pipe when compared to the wider pipe. നാരോ പൈപ്പിലെ ഫ്ലോ റേറ്റ് ലെസ് ആയിരിക്കും വൈഡർ പൈപ്പിനെ ആയി കമ്പയർ ചെയ്യുമ്പോൾ. ഇൻ ദിസ് കേസ് ദ വിഡ്ത്ത് ഓഫ് ദ ഹോസ് ഈസ് ദ റെസിസ്റ്റൻസ്. ഇതിലെ വിഡ്ത്തിനെയാണ് എന്തിനായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്? റെസിസ്റ്റൻസിനായിട്ട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. റെസിസ്റ്റൻസ് ഈസ് ദ ഓപ്പോസിഷൻ ദാറ്റ് എ സബ്സ്റ്റൻസ് ഓഫേഴ്സ് ടു ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെതിരെ ഒരു സബ്സ്റ്റൻസ് ഓഫർ ചെയ്യുന്ന ഒപ്പോസിഷൻ, അതിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ദ സർക്യൂട്ട് വിത്ത് ഹയർ റെസിസ്റ്റൻസ് വിൽ അലൗ ലെസ് ചാർജ് ഫ്ലോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടാങ്കിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഹയർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് കേസിലാണ്. അതായത് കൂടുതൽ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് സെക്കൻഡ് കേസിലാണ്. അവിടെ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കുറവായിരിക്കും, ഫ്ലോ ചെയ്യുന്നത് കുറവായിരിക്കും. അതിനർത്ഥം ദ സർക്യൂട്ട് വിത്ത് ദ ഹയർ റെസിസ്റ്റൻസ് വിൽ അലൗ ലെസ് ചാർജ് ടു ഫ്ലോ, മീനിങ് ദ സർക്യൂട്ട് വിത്ത് ഹയർ റെസിസ്റ്റൻസ് ഹാസ് ലെസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ്. കൂടുതൽ റെസിസ്റ്റൻസിനനുസരിച്ച് അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കുറയും. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. ഓം എന്ന് പറയുന്നതാണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഒമേഗ എന്ന് പറയുന്ന സിമ്പലിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇലക്ട്രിക് പവർ. ഇലക്ട്രിക് പവറിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇലക്ട്രിക് പവർ ഈസ് ദ റേറ്റ് പെർ യൂണിറ്റ് ടൈം അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ an electric circuit. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന റേറ്റിനെയാണ് ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. അത് ഒരു യൂണിറ്റ് ടൈമിൽ, അതായത് പെർ സെക്കൻഡ്. ദ SI യൂണിറ്റ് ഓഫ് പവർ ഈസ് വാട്ട്. വാട്ട് എന്നുള്ളതാണ് SI യൂണിറ്റ് ഓഫ് പവർ. 1 watt is 1 joule per second. Electric power, like mechanical power, is the rate of doing work. മെക്കാനിക്കൽ പവർ പോലെ തന്നെ ഇലക്ട്രിക് പവറും ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ചെയ്യുന്നതിനെ, തോതിനെ അല്ലെങ്കിൽ റേറ്റിനെ സൂചിപ്പിക്കുന്നു. മെഷർഡ് ഇൻ വാട്ട്സ് ആൻഡ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ P. P can be shown by P is equal to V into I. That's equal to voltage into current. Ohm's law. Next topic is Ohm's law. It is put forwarded by George Ohm. Ohm's law states that the current through a conductor between 2 points is directly proportional to the voltage across 2 points. നേരത്തെ വാട്ടർ ടാങ്കിന്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നു, അല്ലെങ്കിൽ വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്, അല്ലെങ്കിൽ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഇതിനെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു എ കോൺസ്റ്റന്റ്
അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് I ഈസ് ഈക്വൽ ടു V ഡിവൈഡഡ് ബൈ R എന്ന് പറയാം. വേർ I is the current through the conductor in amperes, V is the voltage measured across the conductor in units of volts, and R is the resistance of the conductor in units of ohm. Important ഫോർമുലയാണ് I is equal to V by R. ഓംസ് ലോ. ഇതിനെ റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാം. അതുകൊണ്ട് ഈ ഒരു ഫോർമുല പഠിച്ചേ തീരൂ. I is equal to V by R. കൺസെപ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വാട്ടർ ടാങ്കിൻ്റെ കേസിലെ ആദ്യത്തെ ടാങ്കിൽ 1 വോൾട്ട് 1 ആംപെയർ ആണെങ്കിൽ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്ത് പറയാം, V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ഓർ I ഈസ് ഈക്വൽ ടു V ബൈ R. R എന്ന് പറയുന്നത് V ബൈ I ആണ്. ഇവിടെ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 1 ഓം കിട്ടും. സെക്കൻഡ് കേസിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് V ബൈ I ആണെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ്. കറണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും, 0.5 ആംപിയേഴ്സ്. സോ റെസിസ്റ്റൻസ് R വിൽ ബി 1 ഡിവൈഡഡ് ബൈ 0.5 which is equal to 2 ohms. ഈ ഒരു ട്രയാങ്കിൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇക്വേഷൻസ് റിലേറ്റ് ചെയ്യാൻ കഴിയും. ഇതിലെ ഈ ഒരു ട്രയാങ്കിളിലെ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ആണ്, പിന്നെ കറണ്ട്, റെസിസ്റ്റൻസ് VIR. അതിൽ ഫസ്റ്റ് ട്രയാങ്കിളിൽ V കണ്ടുപിടിക്കണമെങ്കിൽ I ഇൻറ്റു R ആണ് ഫോർമുല. ഇനി കറണ്ട് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ V ബൈ R ആണ് ഫോർമുല. ആൻഡ് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് V ബൈ I ആയിരിക്കും. ഇതേപോലെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആയിരിക്കും. അവിടെ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് I സ്ക്വയർ R. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഗിവൺ പാരാമീറ്റേഴ്സിൽ കറണ്ട് ആൻഡ് പവർ ആണെങ്കിൽ അവിടെ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് V is equal to P by I ആയിരിക്കും, പവർ ഡിവൈഡഡ് ബൈ കറണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R is equal to P ഡിവൈഡഡ് ബൈ I സ്ക്വയർ ആയിരിക്കും. ഗിവൺ പാരാമീറ്റേഴ്സ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് ഓംസ് ലോ യൂസ് ചെയ്തിട്ട് R is equal to V by I. പവർ ഇക്വേഷൻ എന്ന് പറയുന്നത് P is equal to V into I. ഗിവൺ പാരാമീറ്റർ വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ കറണ്ട് കണ്ടുപിടിക്കുന്നത് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. പവർ കണ്ടുപിടിക്കുന്നതാണെങ്കിൽ V സ്ക്വയർ ഡിവൈഡഡ് ബൈ R. ഇനി നമുക്ക് തന്നിട്ടുള്ളത് വോൾട്ടേജ് ആൻഡ് പവർ ആണെങ്കിൽ I ഈസ് ഈക്വൽ ടു കറണ്ട് ഈസ് ഈക്വൽ ടു P ഡിവൈഡഡ് ബൈ V, പവർ ഡിവൈഡഡ് ബൈ വോൾട്ട്, ആൻഡ് റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു V സ്ക്വയർ ഡിവൈഡഡ് ബൈ P. ഏറ്റവും അവസാനമായി പവർ ആൻഡ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് V ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് P ഇൻറ്റു R, and current I is equal to root of P divided by R. ഈ ഒരു ടേബിൾ ഓർമ്മയിലിരിക്കണം. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഓംസ് ലോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ടേബിളാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇതിന് ശേഷമുള്ള ടോപ്പിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. താങ്ക് യു.